Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഇവിടെ 5 ദിവസം അവധിയാണ്. അപ്പോൾ ഈ സാധാരണ ഈ അവധിക്ക് പുറത്തെവിടെയെങ്കിലും പോവുക, കറങ്ങാൻ പോവുക എന്നതാണ് പതിവ്. പക്ഷെ കൊറോണ കാരണം ഇപ്പം നമുക്ക് വീട്ടിലിരിക്കുക, സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി ആണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ബോറടി മാറ്റാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഐഡിയ എന്താണല്ലേ, ഈ ഒരു 5 ദിവസവും 5 വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെറൈറ്റി ഫുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത, ആദ്യമായി ട്രൈ ചെയ്യാൻ പോകുന്ന ഫുഡ്സ്. അത് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ വൺ പൊളിയാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താവോ ആവോ. അപ്പോൾ നമ്മുടേത് ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും. ഈ കുക്കിംഗ് വീഡിയോ സീരീസിന്റെ പേര് എന്താവോ എന്തോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ ദിവസം പുതിയ ഒരു ഡിഷ് ട്രൈ ചെയ്ത് ഇഴിച്ചൊക്കെ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും നമ്മൾ സീരീസിലോട്ട് സ്വാഗതം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിത് ചെയ്യുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എന്താവോ എന്തോ എന്ന കുക്കിംഗ് സീരീസിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ കുക്ക് ചെയ്യാൻ നക്ഷത്രയുണ്ട്, രാകേഷ് ഉണ്ട്, താരമോളുണ്ട്. ആദ്യം നമ്മൾ കുറേ ഓറിയോ ആൻഡ് ബോർബോണ്ട ബിസ്ക്കറ്റ് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബിസ്ക്കറ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നച്ചു ഇട്ടോളൂ. ഇന്ന് നച്ചു ആണ് നമ്മുടെ മെയിൻ ഷെഫ്. ഇനി നമ്മൾ ബിസ്ക്കറ്റുകളെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മിക്സിലേക്ക് ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം, എന്നാലേ നന്നായിട്ട് പേസ്റ്റ് പോലെ അലിഞ്ഞു വരുള്ളൂ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ പാത്രത്തിൽ ഇത്തിരി ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നത്. നമ്മൾ ആ മിക്സ് ഒഴിക്കാണ്. നമ്മുടെ മിക്സ് ഒഴിച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കർ ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ദോശച്ചട്ടിയുടെ മുകളിലാണ് നമ്മൾ കുക്കർ വെച്ചേക്കുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അടിഭാഗം ഒരു ഇച്ചിരി കരിഞ്ഞോ എന്ന് സംശയമാണ്. ഇത്തിരി ഹാർഡായിട്ടായിരിക്കണേ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി വയ്ക്കാം. ഇതുപോലെ കമത്തി വെച്ചിട്ട് ബട്ടർ പേപ്പർ നമുക്കൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് കുറച്ച് അലങ്കാര പണികൾ ചെയ്യാം. അപ്പോൾ അലങ്കാരപ്പണിക്ക് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല എനിക്കും നച്ചുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടല്ല ഇല്ലെങ്കിൽ നമുക്ക് വല്ല ചോക്ലേറ്റ്, ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാവുന്നതാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ.
ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് കൂടി പൊടിച്ച് ഉള്ളത് ഇടാണ്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് വിതറുകയാണ്. സോ നമ്മുടെ കേക്ക് റെഡി. നമുക്ക് ഹെൽത്തി ഫുഡാ, ജാക്ക് ഫുഡൊക്കെ കേക്ക് എല്ലാം നമുക്ക് ഹെൽത്തി ഫുഡ് കഴിച്ചു നോക്കാം. നമുക്ക് കഴിച്ചു നോക്കി. നമ്മുടെ കേക്ക് കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കണ്ട വീഡിയോയിൽ അവർ 40 മിനിറ്റ്സേ അവർ ഇങ്ങനെ വയ്ക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം 40 മിനിറ്റ്സ് വെച്ച് നോക്കിയപ്പോൾ ആയിട്ടില്ല. അതിൻ്റെ പിന്നെയും 20 മിനിറ്റ്സ് വെച്ചു, എന്നിട്ടും ആയിട്ടില്ല. പിന്നെയും ഞങ്ങൾ 15 മിനിറ്റ്സ് വെച്ച് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ അടിഭാഗം ഇച്ചിരി കരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാർഡാണ് അടിഭാഗം. അപ്പോൾ നമുക്ക് മുറിക്കണേന് ഭയങ്കര പ്രശ്നം വന്നു. പക്ഷേ അതിന് ടേസ്റ്റ് വൈസ് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ആ ന്യൂട്ടലയും പിന്നെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരുവിധം സക്സസ് ആയി. കഴിക്കാൻ കൊള്ളാം. പിന്നെ അടി ഇച്ചിരി കരിഞ്ഞെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മുടെ കേക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഡേ 1 നമ്മുടെ കേക്ക് സക്സസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.